ഞാൻ മിനി നജീബ് ആർട്ടിസ്റ്റിക് പൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെറ്റൂണിയയുടെ പൂക്കൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. പെറ്റൂണിയ നമുക്ക് ഒരുപാട് കളറിൽ ഇപ്പം അവൈലബിൾ ആണ്. സിംഗിൾ ലെയർ പെറ്റൂണിയ. പെറ്റൂണിയയുടെ ഓരോ കളർ പൂക്കൾക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. എന്നാൽ ചെടികളുടെ വളർച്ച പലതരത്തിലുമാണ്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കളേഴ്സിൻ്റെ പെറ്റൂണിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നല്ല മജന്തായും വയലറ്റൂടെ ചേർന്നൊരു കളറാണ്. ശരിക്കും നമുക്ക് വീഡിയോ കാണുന്നതിനെക്കാട്ടിയും ബ്രൈറ്റായിട്ടാണ് നേരിട്ട് കാണാൻ. പക്ഷേ ഈ വെറൈറ്റി നമുക്ക് എത്ര പൊക്കം കുറച്ച് വളർത്തണമെന്ന് വെച്ചാലും അങ്ങനെ പറ്റത്തില്ല. എത്ര മണ്ടനുള്ളി വിട്ടാലും ഫ്ലവറിങ്ങിൻ്റെ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും ലെങ്തി ആയിട്ട് വളരും. ലെങ്തി ആയിട്ട് വളരുകയും ചെയ്യും, ഹാങ് ചെയ്ത് താഴോട്ട് കിടക്കുകയും ചെയ്യും. അടുത്ത വേറൊരു കളറ് റെഡാണ്. പെറ്റൂണിയയിൽ ഭയങ്കര ഭംഗി തോന്നുന്നൊരു കളറാണ് റെഡ്. റെഡ് തന്നെയും പലതരത്തിലുണ്ട്. ശരിക്കും ഈ റെഡിൻ്റെ പേര് എനിക്കറിയത്തില്ല. ആരെങ്കിലും അറിയാവുന്നവർ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ റെഡിൻ്റെ പൂക്കൾ പൊഴിയാറാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പീച്ച് ഷെയ്ഡിലോട്ട് കയറും. ഞാൻ സിംഗിൾ പെറ്റൂണിയകളെല്ലാം സീഡ് വാങ്ങി മുളപ്പിച്ച് നടുന്നതാണ്. സീഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നല്ല വിശ്വാസമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരാളുടെ നമ്പർ ഞാൻ തരാം. എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പെറ്റൂണിയയുടെ എല്ലാ വെറൈറ്റികളും വളരെ സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റാണ്. അതുകൊണ്ട് വളരെ ചൂട് കിട്ടുന്ന സമയത്തെ വെയിലും മഴയും കിട്ടാതെ വളർത്തിയാൽ നമുക്ക് പെറ്റൂണിയ വളരെ ഭംഗിയായിട്ട് വളർത്താം. അതുമല്ല, ഈ പ്ലാന്റിന് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കൂടാതെയും കുറയാതെയും ശ്രദ്ധിക്കണം. വെള്ളം കൂടിയാലും കുറഞ്ഞാലും പ്ലാന്റിന് വാട്ടലുണ്ടാകും. അങ്ങനെ വാട്ടൽ കണ്ടു കഴിഞ്ഞാൽ സ്യൂഡോമോണസോ സാഫോ കലക്കി ഒഴിച്ചു കൊടുക്കുക. അതുമല്ല, ഒട്ടും വെള്ളം തങ്ങി നിൽക്കാത്ത മീഡിയത്തിൽ വേണം നമ്മൾ ഈ പ്ലാന്റ് നടാൻ. മഴക്കാലത്ത് മഴ കൊള്ളാത്തടത്ത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെഡ് വെറൈറ്റി ഞാൻ നേരത്തെ കാണിച്ച കളർ പോലെ അത്രയും ഹൈറ്റിൽ വളരത്തില്ല. മറ്റെല്ലാ വെറൈറ്റികളും വളർത്തുന്ന പോലെ വളർന്നു കഴിയുമ്പം നമ്മൾ മണ്ട നുള്ളി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ബുഷിയായിട്ട് വരുന്നുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് റെഡ് കട്ട് ചെയ്ത് വെച്ച് കിളിപ്പിച്ചിട്ടുണ്ടോ എന്ന്. കട്ട് ചെയ്ത് വെച്ച് കിളിപ്പിച്ചിട്ടില്ല, പക്ഷേ ഇതിനകത്ത് സീഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. റെഡിൻ്റെ തൈ വേടുന്നവർ എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം.